വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ ഡോക്ടർ ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2050 ആകുമ്പോൾ 44 കോടി ഇന്ത്യക്കാർ അമിതവണ്ണത്താൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ട് അത് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമന്ത്രി തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലോകാരോഗ്യ ദിന സന്ദേശത്തിൽ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് വളരെ ഗൗരവത്തോടെ ഇപ്പോഴേ തുടങ്ങേണ്ട കാര്യങ്ങൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. കൃത്യമായൊരു പ്ലാൻ വേണം. അത് ഏത് തലത്തിൽ എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്? എളുപ്പമല്ലത്, അതുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇപ്പം നമ്മൾ എൻ്റെ മകൻ 90കളിൽ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടി വന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അച്ഛൻ സ്കൂളിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അവൻ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ കളിച്ചിരുന്ന കുട്ടിയാണ്. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്ഥലത്തും കൂടെ അവിടെ ഒരു ക്ലാസ് റൂം കെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10-25 വർഷം മുമ്പ് കളിക്കാൻ സ്ഥലമില്ലാത്തൊരു നാടായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നം കേരളം മൊത്തത്തിലൊരു നഗരം പോലെ ആകുന്നു, സ്ഥലമില്ലാതെ വരുന്നു, ഉള്ള സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ വരുന്നു. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലമില്ലാതെ പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ കഴിയും, അത് കണ്ടെത്തേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോഴത്തേക്ക് കളിക്കാനുള്ള പ്രദേശങ്ങൾ ഒഴിച്ചിട്ടിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ. ഇങ്ങനെ ഞാൻ ഡൽഹിയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അവിടുത്തെ ഹൗസിംഗ് കോളനികളിൽ എല്ലായിടത്തും കളിക്കാനും നടക്കാനും സ്ഥലമുണ്ട്. അപ്പോൾ അതൊരു പ്ലാൻഡായിട്ടുള്ളൊരു നഗരവൽക്കരണത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും കളിസ്ഥലം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും മുറ്റത്ത് കളിക്കാനോ പറ്റുന്നില്ല. കാരണം ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് പോകുന്നത് അത് ആരുടെയും ദോഷം കൊണ്ടല്ല, നമുക്ക് സ്ഥലക്കുറവായതുകൊണ്ടും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുകൊണ്ടും ഇത്തരം രീതികളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ ചുറ്റും ഫയർഫോഴ്സിന് വണ്ടി പോകാനായിട്ട് സ്ഥലം വേണമെന്ന് നിബന്ധനയുണ്ട്, 5 നിലയോ മറ്റോ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഫ്ലാറ്റുകളിൽ പോലും കൃത്യമായിട്ടും കളിസ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലാറ്റ് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമം ഉണ്ടെന്നറിയില്ല. അപ്പോൾ അത്തരം രീതികളിലേക്ക് മാറേണ്ടി വരും. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ദുരന്തം അനുഭവിച്ച ഒരാളാണ്. ഇപ്പോൾ ഞാൻ മറ്റു രാജ്യത്ത് ജീവിക്കുമ്പോൾ അമ്മ റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് അച്ഛനും അനിയത്തെയും നഷ്ടപ്പെട്ടപ്പോൾ അമ്മയോട് നടക്കാൻ പോകാൻ പറയുമായിരുന്നു. നടന്നിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അമ്മ ഈ മൂടാത്ത ഓടയിൽ വീണു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദുരന്തം. നടക്കാൻ പോകുന്ന ഒരാൾ ഓടയിൽ വീഴുന്ന രീതിയിലാണ് നമ്മുടെ റോഡുകളും ഓടകളും ഫുട്പാത്തുകളും ഒക്കെ. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റുകൾക്ക് റിസോഴ്സ് അത് കുറവാണ്. ഇപ്പോൾ റോഡ് കെട്ടാൻ പോയാൽ മുഴുവൻ റോഡ് നന്നാക്കാൻ നോക്കി ചിലപ്പോൾ സ്കൂൾ നന്നാകില്ല, മുഴുവൻ സ്കൂൾ നന്നാക്കാൻ നോക്കി ആശുപത്രി നന്നാകില്ല. അപ്പോൾ പരിമിതമായ റിസോഴ്സുകളിൽ നിന്നാണ് ഗവൺമെൻറ്റുകൾക്ക് പ്രവർത്തിക്കുക. എങ്കിൽ പോലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മാറി വരുന്ന ഈ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ആയുസ് കൂടുന്നു വരുന്നതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷനും അതുപോലെ അസുഖങ്ങൾ മാറി വരുന്നത് കൊണ്ട് മനുഷ്യർ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകത കണക്കിലെടുത്ത് കൃത്യമായ പ്ലാനിങ് സംസ്ഥാനം നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പം തന്നെ കുടുംബങ്ങൾ, ശരാശരി കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരിട്ടറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, പാവപ്പെട്ടവർ പ്രത്യേകിച്ച് കുടുംബങ്ങൾ എല്ലായിടത്തും 80 കഴിഞ്ഞ മനുഷ്യരൊക്കെ ഉണ്ട്. അവരെല്ലാം കിടപ്പ് രോഗികളാണ് പലരും. ഈ കുടുംബത്തിൽ ചെറുപ്പക്കാർ അധ്വാനിക്കുന്ന പണം മുഴുവൻ ഈ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് അല്ലാത്ത പാവ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുകയും കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല ഭക്ഷണം കൊടുക്കാനുള്ള പൈസ പോലും ഈ ആശുപത്രികളും പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചിലവാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് നമുക്കൊരു 25 വർഷം കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാണ്. ആരുടെയോ ഒരു പ്രത്യേക ഗവൺമെൻറ്റോ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ കുഴപ്പമല്ല, നമ്മൾ മൊത്തം ജനതല മൊത്തം സിസ്റ്റത്തിന് തയ്യാറാണ്. ഇനി അത് കാത്തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2050 കേരളം എവിടെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രതീക്ഷ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, ഇതിനനുസരിച്ച് ഒരു ആരോഗ്യ നയം. നമ്മളിപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഒരു സർക്കാർ വന്നിട്ട് ആരോഗ്യ നയം എഴുതി വെച്ചിട്ട് അത് പിന്നെ ആരും വായിച്ചു പോലും നോക്കാം, എഴുതിയ ആൾ പോലും വായിക്കാത്തൊരവസ്ഥയാണ്. അതിൽ നിന്ന് മാറിയിട്ട് കേരളത്തിലെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കേരളം ഒറ്റ ജനത എന്നുള്ള രീതിയിൽ ഒരു ആരോഗ്യ നയവും അത് പരിഹരിക്കുന്നുവെന്ന് എല്ലാ മാസവും എല്ലാ വർഷവും പരിശോധിക്കുകയും ചെയ്യുന്ന രീതി വന്നാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച മാറ്റം സാധിക്കാൻ